എല്ലാവർക്കും അറിയാമായിരിക്കും കൊച്ചി ഗോയത്തെക്കുറിച്ച്. മാം ഞങ്ങളോട് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് 4 hours ആണ്. അതിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാം ഞങ്ങൾക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. എല്ലാവർക്കും ക്ലാസ് ഇതിപ്പം ട്രിവാൻഡ്രത്ത് എങ്ങനെ ആയിരിക്കും, കൊച്ചിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാകും മേ ബി. പിന്നെ നമുക്ക് ലീവൊക്കെ എടുക്കാം. പക്ഷേ 3 ലീവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ മിക്ക ലെറ്റേഴ്സും ഒക്കെ ഞങ്ങളുടെ ഫൈനൽ എക്സാമിനൊക്കെ വന്നിട്ടുമുള്ള കാര്യങ്ങൾ. കഴിഞ്ഞൊരു ഏകദേശം ഒരു 23 അത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഗോയത്ത സെൻറ്റർ ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും കൊച്ചി ഗോയത്തെക്കുറിച്ച്. നമ്മുടെ കേരളത്തിൽ ആകെ 2 ഗോയത്ത സെൻറ്റേഴ്സേ ഉള്ളൂ. ഒന്ന് ട്രിവാൻഡ്രത്തും ഒന്ന് കൊച്ചിയിലുമാണുള്ളത്. അതിൽ കൊച്ചി ഗോയത്തയിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് മെയ് 20 ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അതിന് ശേഷം നിങ്ങൾക്ക് ഇനി ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ക്ലാസ് ഇതിപ്പം ട്രിവാൻഡ്രത്ത് എങ്ങനെ ആയിരിക്കും, കൊച്ചിയിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ ഡൗട്ട്സൊക്കെ എല്ലാവർക്കും ഉണ്ടാകും മേ ബി. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളാവുമെന്ന് എന്തായാലും എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ ഇത്രയും ചെയ്ത വീഡിയോ കുറേ പേർക്ക് യൂസ്ഫുള്ളായി, മീൻസ് അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായി എന്നറിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസ് അതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണുക. കാരണം ഞാൻ ഇതിനകത്ത് പല ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് സ്കിപ്പ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. മുഴുവനായിട്ടും കാണുക. പിന്നെ നിങ്ങളുടെ ചിലപ്പോൾ ഉള്ള ഡൗട്ടുകളോ ഒക്കെ ആയിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അപ്പം അതെല്ലാം ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യുക. നമുക്ക് കൊച്ചി ഗോയത്തെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കുമെന്ന് തോന്നുന്നില്ല കൊച്ചി ഗോയത്ത എവിടെയാണ്. അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേയുടെ അടുത്തായിട്ടാണ് ഈ കൊച്ചി ഗോയത്ത എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഏകദേശം ഒരു 3 minutes വാക്കിംഗ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളൂ ഗോയത്തയിലേക്ക് പോകാനായിട്ട്. എൻ്റെ ക്ലാസ് തുടങ്ങിയത് 2024 Jan 8 എൻ്റെ A1 ക്ലാസ് തുടങ്ങിയത്. എന്നെ സംബന്ധിച്ച് ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എനിക്കവിടെ അങ്ങനെ ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മെയിൽ ഉണ്ടായിരുന്നു, ഇന്ന ദിവസം നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും, ഇത്ര ടൈമിനുള്ളിൽ തന്നെ അവിടെ വന്ന് മീൻസ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു മെയിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് 8:30 സംതിങ് എന്തോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ആദ്യം തന്നെ അവിടെ ക്ലാസ്സുകളൊക്കെ ഏകദേശം അവിടെ 4 ക്ലാസ് റൂംസോളം ഉണ്ട്. അവരാദ്യം തന്നെ നമുക്ക് ലിസ്റ്റ് വൈസ് നമ്മളെ പേര് വിളിച്ച് അവർ ക്ലാസ്സുകളിലേക്ക് നമ്മളെ എത്തിക്കും. അപ്പം നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ഓരോ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും. എനിക്ക് രശ്മി സുരി എന്ന് പറഞ്ഞൊരു മാം ആയിരുന്നു. ആ മാം തന്നെയായിരുന്നു ഞങ്ങളുടെ A1 തൊട്ട് B1 വരെ ഞങ്ങളുടെ ആ മാം തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു ക്ലാസ്സാണ്. എൻ്റെ ക്ലാസ്സിൻ്റെ പേര് LB എന്നുള്ള ക്ലാസ്സായിരുന്നു. അത്യാവശ്യം നല്ലൊരു വലിയ സ്പേസ് ഒക്കെ ഉള്ളൊരു നല്ല ക്ലാസ്സാണ്. തന്നെ ഞങ്ങൾക്ക് മാമിനെ പരിചയപ്പെടുത്തി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ പേരും മറ്റുമൊക്കെ മാം ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞ ശേഷം മാം ഒരു ബ്രീഫായിട്ട് ജർമ്മൻ എന്താണ്, ജർമ്മൻ ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കും, അങ്ങനെയുള്ള കുറച്ച് ബ്രീഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ പഠിത്തത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം മാം ഞങ്ങളോട് ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ജർമ്മൻ ലാംഗ്വേജ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറേ ബുദ്ധിമുട്ടുകൾ, മീൻസ് നമുക്ക് മനസ്സിലാവാത്ത ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം കുറച്ച് നാളൊക്കെ മാം ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാം, അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് ജർമ്മനി മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് മാം ഞങ്ങളോട് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. ഏകദേശം ഒരാഴ്ച വരെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് പോയത്. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മാം ജർമ്മൻ ലാംഗ്വേജിലാണ് സംസാരിച്ചത്. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഡൗട്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. മാം നമുക്ക് ക്ലിയർ ചെയ്ത് തരും. പിന്നെ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് വേണ്ടി കുറേ എഫോർട്ട് ഇടുന്ന ഒരു മാമാണ് രശ്മി മാം. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ മാമിൻ്റെ ഞങ്ങളെ പഠിപ്പിച്ച ഒരു രീതി കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ ക്ലാസ് 4 hours ആണ്. അതിൽ ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മാം ഞങ്ങൾക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. അതെന്താണെന്ന് ചോദിച്ചാൽ മാം ഞങ്ങളോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ വരുമ്പോൾ എല്ലാവരും, അതായത് ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ 20 അല്ലെങ്കിൽ 22 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്റ്റുഡൻസ് അത്രയും ഈ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസ്, നിങ്ങൾക്ക് എത്ര സെൻറ്റൻസ് എഴുതാൻ പറ്റുമോ അത്രയും സെൻറ്റൻസ് നിങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം മാം വരുന്നതിന് മുന്നേ എന്ന് ഞങ്ങളോട് കർശനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ഞങ്ങളെല്ലാവരും അത് തന്നെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഇച്ചിരി മടിയുണ്ടെങ്കിലും പിന്നെ പിന്നെ എല്ലാവരും അത് ചെയ്യുമായിരുന്നു. കാരണം അതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മാം വന്നിട്ട് അത് ഓരോ സെൻറ്റൻസ് വായിക്കും, അതിൽ കറക്ഷൻ ഉള്ളത് കറക്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ പുതിയ സെൻറ്റൻസ് കിട്ടും. അതുപോലെ തന്നെ വേർബ് പൊസിഷൻസ്, കണക്റ്റേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ പുതിയ വൊക്കാബ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് യൂസ്ഫുള്ളായിരുന്നു. മീൻസ് കുറേ ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക് ആ കാര്യങ്ങൾ. അത് ഡെയിലി ഞങ്ങളെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു മാം. അതിനുവേണ്ടി മാം സമയം പോയാലും പോട്ടെ എന്നുള്ള രീതിയിൽ മാം ഞങ്ങൾക്ക് അതിനുവേണ്ടി മാമും കുറേ സമയം എടുത്തിട്ടുണ്ട്, ഞങ്ങളും അതിനുവേണ്ടി സമയം എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾക്കും അതൊരു മീൻസ് എല്ലാം ഇപ്പം നമുക്ക് പിന്നെ ആണെങ്കിൽ മറ്റുള്ളവരെക്കാൾ എൻ്റെ സെൻറ്റൻസ് നല്ലതായിരിക്കണം എന്നൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് സെൻറ്റൻസ് വരെ എഴുതി ആക്കി തരുമായിരുന്നു. പക്ഷെ നമ്മൾക്ക് അറിയാത്ത ഡിഫിക്കൽട്ടായിട്ട് എഴുതുമ്പോൾ മാം അതിനെ കറക്റ്റ് ചെയ്ത് തരും നമുക്ക്. അങ്ങനെ ഒരു നല്ലൊരു രീതിയിലാണ് നമുക്ക് അങ്ങനെ പോയി. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുമായിരുന്നു എന്ത് ഇങ്ങനെ എഴുതിക്കുന്നത്. പിന്നെയാണ് അതിൻ്റെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അതൊരു A1 A2 പകുതിയിലൊരു കാൽ ഭാഗം വരെയൊക്കെ അങ്ങനെ തന്നെ പോകുമായിരുന്നു. പിന്നെ ഓരോ സിനാരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനാരിയോ കാണിച്ചു തന്നിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് മാം നമ്മളോട് പറയായിരുന്നു. അതുകൊണ്ട് മാമിൻ്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ മാം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. കാരണം ആ ഒരു എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം അത് നമുക്ക് പിന്നീട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്പീക്കിംഗ് സെക്ഷനൊക്കെ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാവും. അതുപോലത്തെ സിനോരിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ക്ലാസ്സിൻ്റെ ടൈമിൽ തന്നെ കുറേ ഗെയിംസ് ഒക്കെ ചെയ്യിപ്പിക്കും, കുറേ എക്സസൈസ് ചെയ്യിപ്പിക്കും. എക്സസൈസ് മീൻസ് ഈ ലേണിംഗ് എക്സസൈസ് ആണ് കേട്ടോ. ലേണിംഗ് എക്സസൈസ് ചെയ്യിപ്പിക്കും, ഗെയിംസ് ഉണ്ട്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് യൂണിറ്റ് വൈസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പം ഇടയ്ക്ക് ഇപ്പം 2 ചാപ്റ്റർ അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ടെസ്റ്റ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ എക്സസൈസ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ B1 ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പം നമ്മളങ്ങോട്ട് കുറേ ലെറ്റേഴ്സ് എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഒന്നും മാം അത്രയും ലെറ്റേഴ്സൊന്നും നമ്മൾ എഴുതിപ്പിച്ചിട്ടൊന്നുമില്ല. കൂടുതലും റീഡിങ്ങും ലിസണിങ്ങിനും വേണ്ടിയായിരുന്നു മാം കുറേ എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. B1 ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ കുറേ ലെറ്റേഴ്സ് നമ്മൾ എഴുതിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, അതിനകത്ത് മിക്ക ലെറ്റേഴ്സും ഒക്കെ ഞങ്ങളുടെ ഫൈനൽ എക്സാമിനൊക്കെ വന്നിട്ടും ഉള്ള കാര്യങ്ങളാണ്. മാം ചിലപ്പോൾ റാൻഡമായിട്ട് ഇടുന്ന ടോപ്പിക്സ് ആയിരിക്കാം, പക്ഷെ അതൊക്കെ മിക്കപ്പോഴും നമ്മുടെ എക്സാമിൽ, അതായത് ഫൈനൽ എക്സാമിനൊക്കെ വന്നിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് ആ സമയത്തൊക്കെ ഇച്ചിരി ടഫായിട്ടൊക്കെ തോന്നും, പക്ഷേ അത് നമ്മളെയും കൊണ്ട് അങ്ങനെ കുറേ വർക്കുകൾ നമ്മളെ ചെയ്യിപ്പിക്കും. അതൊക്കെ ചെയ്ത് അപ്പം തന്നെ നോക്കി തരികയും ചെയ്യും. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും മാമിനോട് ഡയറക്റ്റ് പോയി സംസാരിക്കാം. അതിനൊന്നും ഒരു മടിയും വെക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മാം നമ്മളെ വഴക്ക് പറയാം, അങ്ങനെ ഒരു ചിന്തയും വേണ്ട. മാമിനോട് നമുക്ക് കൂളായിട്ട് സംസാരിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാമിന് അപ്പം പറഞ്ഞുതരാൻ ടൈമില്ലെങ്കിലും എന്തായാലും ആ ദിവസം തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഒരു നല്ലൊരു ടീച്ചറായിരുന്നു ഞങ്ങളുടെ മാം. പിന്നെ മറ്റ് ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ചിലർ ജർമ്മൻസൊക്കെയാണ്. അവർ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മളോട് ജർമ്മനി മാത്രമേ സംസാരിക്കത്തുള്ളൂ, മറ്റ് ലാംഗ്വേജ് ഒന്നും സംസാരിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ജർമ്മൻ മാത്രം കേട്ട് പഠിച്ച സ്റ്റുഡൻസും ഞങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ടീച്ചേഴ്സിനെ പറ്റി അത്രയും കംപ്ലയിൻ്റ് ഒന്നുമില്ല. അന്ന് ആ സമയത്തൊരു ഇത് തോന്നിയെങ്കിലും പിന്നീട് അവർക്കത് മാം അന്ന് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് പിന്നീട് എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. കാരണം അപ്പം നമുക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെയെന്ന് തോന്നും, പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പിന്നീട് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ മേരിക്കുട്ടി ടീച്ചർ, അത് മലയാളിയാണ് കേട്ടോ. ആ ടീച്ചറും ടീച്ചറിൻ്റെ സ്റ്റുഡൻസിനെ ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ഡൗട്ടോ എന്തുണ്ടെങ്കിലും നമുക്ക് അവിടെ ആരോടും ചോദിക്കാം. ആരും നമ്മളോട് പ്രത്യേകിച്ചൊന്നും അങ്ങനെ എന്താ പറയുക ഒരു കളിയാക്കലോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ചോദിക്കുകയും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മാം എന്നൊക്കെ പറഞ്ഞാൽ മാമിനാകെ ഹിന്ദിയും ഇംഗ്ലീഷ് ഹിന്ദി ഈ 3 ലാംഗ്വേജ് അറിയത്തുള്ളൂ. പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞു തന്നാലും മനസ്സിലാവാത്ത പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം മാമിനത് മാമിൻ്റെ മീൻസ് എന്താ പറയുക മദർ ടങ് ആയിട്ട് ഹിന്ദിയിൽ വരെ മാം ഞങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പം ഞങ്ങളുടെ കൂടെ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ഹിന്ദി മാം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർ പിന്നെ അത് ഞങ്ങൾക്ക് മലയാളത്തിൽ മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ തരികയാണ്. മീൻസ് അങ്ങനെ വരെ നമുക്ക് ക്ലാസ്സുകളെല്ലാം മനസ്സിലാക്കി എടുത്തും ഒക്കെ ചെയ്തു പോകുന്ന ട്യൂട്ടേഴ്സാണ് അവിടെ ഉള്ളത്.
നമുക്ക് അവിടുത്തെ പഠിപ്പിക്കലിൻ്റെ കാര്യങ്ങൾ ഓർത്തൊന്നും ആർക്കും ടെൻഷൻ ആവേണ്ട. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് അന്നന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടായി മാറും. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു പോവുക. ഇനി അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പിറ്റേ ദിവസം പോയി ചോദിച്ച് ക്ലാരിഫൈ ചെയ്യുക. ഇല്ലെന്നാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ച് എടുത്തത്. അങ്ങനെ യൂസ്ഫുള്ളാവുന്ന കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പഠിക്കാം. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ മാം ഇടയ്ക്കൊന്ന് കുറച്ച് നാൾ ലീവായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വേറൊരു മാം വന്നിരുന്നു, അനുരാധ മാം. ആ മാം ഇതുപോലെ തന്നെ വന്ന് ഫസ്റ്റ് ഡേ തന്നെ കുറേ ലെറ്റേഴ്സ് എഴുതിപ്പിക്കും. അങ്ങനെ എഴുതിപ്പിക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മാം എല്ലാ ദിവസവും ലെറ്റേഴ്സ് എഴുതിപ്പിക്കും. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പിന്നെ ലെറ്റർ എഴുതാനുള്ള പേടി അങ്ങ് മാറും. കാരണം നമ്മൾ കുറേ വൊക്കാബ്സ് പഠിക്കും, കുറേ ന്യൂ ആയിട്ടുള്ള കുറേ വൊക്കാബ്സ് നമ്മൾ പഠിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വൊക്കാബ്സ് ഒക്കെ നമ്മുടെ തലയിൽ നിൽക്കും. അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ആയിരുന്നു അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളും. പിന്നെ അവിടുത്തെ സ്റ്റാഫും മറ്റുമൊക്കെ ആണെങ്കിലും നമ്മളോട് നല്ല രീതിയിലാണ്. ആരും അങ്ങനെ റൂഡായിട്ടുള്ളൊരു ബിഹേവിയർ ഒന്നും നമ്മളോടില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളോട് ഇടപെടുന്നതും സംസാരിക്കുന്നതും. അവിടെയുള്ള സാറൊക്കെ ആണെങ്കിലും നമുക്ക് എന്തും കാര്യങ്ങൾ അവരോട് ചോദിക്കാം, നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരോട് പറയാം. അതൊന്നും അവിടെ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മളെ ഇവിടെ വിട്ട ജിസിൻ്റെ ടീമിൽ നിന്ന് ലിജു സാർ ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ, അങ്ങനെയെല്ലാം സംസാരിക്കാനും എടുക്കാനായിട്ട് നമ്മളുമായിട്ടൊരു കോൺവെർസേഷൻ സാറ് വരുമായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും കൺസേണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഷെയർ ചെയ്യാം. അത് അവർ ഷെയർ ചെയ്യുമ്പോൾ അവരതനുസരിച്ചിട്ടുള്ള മാറ്റം നമുക്ക് കൊണ്ടുതരും. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങളാണ് എനിക്ക് അവിടെ എന്നെ സംബന്ധിച്ച് എനിക്ക് കൊച്ചി ഗോയിത്തയിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്കങ്ങനെ മോശമായിട്ട് എനിക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുത്തെ ക്ലാസ് ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ വരെയാണ്. മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. അതിൽ മോർണിംഗ് ബാച്ച് ഏകദേശം 8:45 to 1 o'clock വരെ ആയിരിക്കും ക്ലാസ്. ഞാൻ മോർണിംഗ് ബാച്ചായിരുന്നു. എനിക്ക് ഈവനിങ് ബാച്ചിൻ്റെ ടൈമിംഗ് അത്ര അറിയില്ല. പിന്നെ ചില സമയത്ത് നമുക്ക് ഫ്രൈഡേ തേഴ്സ്ഡേ ഒക്കെ ലീവൊക്കെ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ അവിടെ എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് ലീവായിരിക്കും. അപ്പോൾ ആ ക്ലാസ് കോമ്പൻസേഷൻ ചെയ്ത് നമുക്ക് സാറ്റർഡേയിലൊക്കെ ചിലപ്പം ക്ലാസ് വെക്കും കേട്ടോ. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് ലീവൊക്കെ എടുക്കാം. പക്ഷേ 3 ലീവിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡ് ജോസഫ് സാറിനാണോ എനിക്കൊന്ന് അവിടുത്തെ ഹെഡ്, അതായത് ഗോയിത്തയിലെ ഹെഡിനും പിന്നെ ജിസിൻ്റെ ടീമിനും നമ്മൾ മെയിൽ അയക്കണം. എന്താണോ കാരണം എന്ന് വെച്ചാൽ അത് അയക്കണം. ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ കേസ് വല്ലതും ആണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടും അവർക്ക് മെയിൽ ചെയ്യണം. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമാണ്. 3 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്താൽ. ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ 1-2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ഗ്രൂപ്പിലൊന്ന് അറിയിച്ചാൽ മാത്രം മതി. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അവിടെ ഒരു ക്യാൻറ്റീനുണ്ട് മേളിലായിട്ട്. അവിടെ ആണെങ്കിലും നമുക്ക് ഒരു അങ്കിളും ആൻറ്റിയാണ്. അത്യാവശ്യം നല്ലതാണ്. മീൻസ് നമുക്കവിടെ പറ്റൊക്കെ കിട്ടും. എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്. നമ്മൾ ചിരിച്ച മുഖത്തോടാണ് അങ്ങോട്ട് സ്വീകരിക്കുന്നത്. അവിടെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനായിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് അവിടെ നടത്തുന്നത്. ഹെഡായിട്ടുള്ള ജോസഫ് സാറൊക്കെ നമ്മളോട് ഇടയ്ക്ക് അവിടെ വരികയൊക്കെ ചെയ്യും. സാർ നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവിടെ അങ്ങനെ ആരും നമുക്കങ്ങനെ പേടിച്ചൊന്നും അവിടെ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്ത് സംസാരിച്ച് കൂളായിട്ട് പോവാം. അങ്ങനെ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ നമ്മൾ എക്സസൈസ് ചെയ്യും കേട്ടോ. ഈ ലേസൻ ഹ്യൂറനൊക്കെ കുറേ നമ്മൾ ചെയ്യിപ്പിക്കും. കാരണം നമുക്ക് അപ്പം തോന്നുമ്പം ഒരു ഇറിറ്റേറ്റിംഗ് തോന്നുമെങ്കിലും കുറേ വർക്കുകളുണ്ട് നമുക്ക് ചെയ്യാൻ. അതെല്ലാം നമ്മൾ ചെയ്യിപ്പിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഈ എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈമൊക്കെ ആകുമ്പോൾ എന്താ പറയുക, കുറേ ഗ്രൂപ്പ് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മാംസിനോടൊക്കെ പോയി സംസാരിക്കാൻ, ഇപ്പോൾ സ്പീക്കിങ്ങിനാണെങ്കിൽ നമ്മളൊക്കെ പോയി സംസാരിക്കേണ്ടിയൊക്കെ വരും. ആ സമയത്ത് ദൈവത്തെ ഓർത്ത് നമ്മൾ മടി പിടിച്ചിരിക്കരുത്. കാരണം അങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്നും അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 8-ൻ്റെ സമയത്ത് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് മാമിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. മാം ഒരു തേമ തരും, അത് നമ്മൾ സംസാരിക്കണം. അപ്പം
എന്നെ സംബന്ധിച്ച് എനിക്ക് സ്പീക്കിംഗ് ഒന്നും ആ സമയത്ത് അത്ര സെറ്റല്ല. മീൻസ് എനിക്കങ്ങ് ഒന്നാമത്തെ കാര്യം നമുക്ക് ടെൻഷൻ കൊണ്ടാണ് നമ്മുടെ വായിൽ നിന്നൊന്നും വരാത്തത്. പക്ഷേ ഞാൻ അന്ന് മാമിൻ്റെ അടുത്ത് പോയി ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അന്ന് മാം തന്നെയാണ് പറഞ്ഞത് നല്ലതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞത് ഒട്ടും ഞാൻ മാമിൻ്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളൊക്കെയാണ് മാം പറഞ്ഞത്. നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്നൊക്കെ കേട്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് തോന്നി. കാരണം ക്ലാസ്സിൽ അത്ര ഇതായിട്ട് ആക്റ്റീവൊന്നും അല്ലാത്ത ഞാൻ പക്ഷേ മാമിൻ്റെ അടുത്ത് പോയി നന്നായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പം എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം മാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ആവശ്യമാണെന്ന് വിചാരിച്ച് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ പേടിച്ച് ബാക്കോട്ട് നിൽക്കാതെ മുന്നോട്ട് തന്നെ കയറി വരാൻ നോക്കണം. കാരണം നമുക്കങ്ങനെ നമ്മുടെ ട്യൂട്ടേഴ്സിനോട് അങ്ങനെ സ്പീക്കിംഗ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. കാരണം മറ്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചാൻസ് യൂസ് ചെയ്ത് പോവുക. കാരണം അങ്ങനെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ആയിട്ട് കോൺവെർസേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് അത്രയും പേടിയില്ലാതെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് എൻ്റെ സ്പീക്കിംഗ് ഒന്നും എനിക്ക് അത്രയും ടെൻഷനായിട്ടൊന്നും അല്ല ഞാൻ പോയത്. എൻ്റെ 2 സ്പീക്കിങ്ങിനും ജോസഫ് സാർ ഉണ്ടായിരുന്നു. സാർ അപ്പം ഒരു എക്സ്പ്രഷനൊന്നും കാണില്ല, സാർ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഓർക്കും ദൈവമേ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റാണോ, നമ്മുടെ എല്ലാം മാറി. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങ് പറയും. നമ്മൾ ആരുടെയും മുഖം അങ്ങനെ നോക്കണ്ട, നമുക്ക് എന്താണോ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അത് വെച്ച് സംസാരിക്കാം. എനിക്കൊന്ന് B1 അങ്ങനെ നമുക്ക് ഒരു ടെൻഷൻ തോന്നി നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. പക്ഷെ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് വന്നാൽ മതി. നമ്മളെന്തായാലും സ്പീക്കിംഗ് ഒക്കെ പെട്ടെന്ന് എല്ലാവർക്കും കിട്ടും. അത്ര വലിയ ടഫായിട്ടൊന്നുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ട്യൂട്ടേഴ്സ് അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മീൻസ് തുടർന്ന് എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് എനിക്ക് കൊച്ചി ഗോയിത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്തുകൊണ്ടും ബെസ്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾക്കത് കിട്ടിയാൽ. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാട്ടോ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അവിടെ പഠിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് തോന്നിയാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. എനിക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ മോശം പറയാനായിട്ടുള്ള ഒരു ഇതൊന്നും അവിടെ പ്രത്യേകിച്ചെന്നല്ല ഞങ്ങൾക്ക് അവിടെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ സൈഡിൽ നിന്ന് അവരെല്ലാം നല്ല രീതിയിലാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്വമാണ് പഠിക്കുക എന്നുള്ളത്. അത് നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമുക്കും പ്രശ്നമില്ല, അവർക്കും പ്രശ്നമില്ല. നന്നായിട്ട് പഠിച്ച് 9 മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ A1 ഒരു ക്ലാസ് ടെസ്റ്റ് പോലെ ആയിരിക്കും. പിന്നെ A2 B1 ആയിരിക്കും ഇൻ്റർനാഷണൽ എക്സാം. അത് മിക്കവാറും A2 B1 അവിടെ നമ്മൾ പഠിക്കുന്ന അതാത് സെൻറ്ററിലായിരിക്കും നടക്കുക. പിന്നെ B1 2, 3 ഫസ്റ്റ് എന്തായാലും അവിടെ ആയിരിക്കും. പിന്നെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ പോയി എക്സാം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റേഴ്സ് ചേഞ്ച് ആവുന്നത്. ഇനി എക്സാം ഫീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, A2 B1 ഇൻ്റർനാഷണൽ എക്സാമാണ്. അതിൽ B1 സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് പോകാനായിട്ട് വേണ്ടത്. B1 ഫുൾ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കണം. അതിൽ ആദ്യത്തെ 2 ചാൻസ് എക്സാം എഴുതാനുള്ള പേയ്മെൻറ്റ് അവർ തന്നെ ആയിരിക്കും അടയ്ക്കുന്നത്. 2 ചാൻസിനുള്ളിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെന്നാണെങ്കിൽ 3ാമത് തൊട്ടുള്ള എക്സാമിൻ്റെ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കേണ്ടി വരും. അത് റീഫണ്ടോ ഒന്നും കിട്ടില്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന പൈസയാണ്. അപ്പം കഴിയതും 2 ചാൻസിനുള്ളിൽ തന്നെ എല്ലാവരും ക്ലിയർ ചെയ്യാൻ നോക്കുക. പിന്നെ A2 B1 ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായാൽ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. അതായത് ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 25,000 അത്രയും റുപ്പീസ് നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. അത് നമ്മളിവിടെ നാട്ടിൽ നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കയറും. അതെനിക്കൊന്ന് ടാക്സ് കഴിഞ്ഞിട്ടാണ് നമുക്കത്രയും പൈസ നമ്മുടെ ബിൻസെൻ്റെ ടാക്സ് പോയായിരുന്നു. ടാക്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ പേയ്മെൻറ്റ് നമ്മുടെ അതായത് 25 എന്തോ ആണ്. അതിൽ ടാക്സ് കഴിഞ്ഞൊരു ഏകദേശം ഒരു 23 അത്രയും രൂപ നമ്മുടെ അക്കൗണ്ടിൽ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ട്രിപ്പിൾ കുറിച്ച് പറഞ്ഞ സമയത്ത് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാം. ഇപ്പം നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, സപ്പോസ് ഇപ്പോൾ നിങ്ങൾ പ്രഗ്നൻറ്റ് വല്ലതും ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്ന് അവർ റിജക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ അതായെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സിങ് ആ സമയത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പിന്നീട് നിങ്ങളുടെ എനിക്കൊന്ന് 1 വർഷം കഴിഞ്ഞിട്ടേ അത് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, അവർ ഈ ജർമ്മൻസും മദർഹുഡിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നവരായതുകൊണ്ട് അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവരെ കുറച്ച് നാൾ നിങ്ങൾ നാട്ടിൽ നിൽക്കുക എന്നുള്ളൊരു രീതിയിലായിരിക്കും അവർ നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം എങ്ങാനും എന്താ പറയുക പ്രഗ്നൻ്റ് എങ്ങാനും ആയാൽ
നിങ്ങൾക്ക് ഡെലിവറി എല്ലാം കഴിഞ്ഞ് കുറച്ച് കുഞ്ഞർക്ക് ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവർ റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ പ്രോസസ്സിങ് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ല, പഠിത്തം നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം പ്രോസസ്സിങ് അത് കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ജർമ്മനി പോവാം. അപ്പം ഇത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ക്ലിയർ ചെയ്തു പോയത്. പിന്നെ ഇതിൽ പിന്നെ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് മെഡിക്കലൊന്നും എടുക്കണ്ട, പകരം MMR വാക്സിൻ നമ്മൾക്ക് കമ്പൽസറി ആയിട്ട് എടുക്കണം. MMR വാക്സിൻ നമ്മൾ കമ്പൽസറി ആയിട്ട് പോകുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടാവണം. ഈ MMR ഒക്കെ നമ്മൾ കുഞ്ഞിലെ എടുക്കുന്ന ഒരു വാക്സിനാണ്. പക്ഷേ അതിപ്പം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പം മീസൽസ് ഒക്കെ ചിലപ്പം കുറവായിരിക്കും. ഞാൻ ചെക്ക് ചെയ്ത സമയത്ത്, ടൈറ്റർ ചെയ്ത സമയത്ത് എൻ്റെ മീസൽസ് കുറവായിരുന്നു. ഞാൻ പിന്നെ എഗെയിൻ ബൂസ്റ്റർ ഡോസ് എടുക്കുമായിരുന്നു. കാരണം നമ്മൾ ആ വാക്സിൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതുകൊണ്ട് മെഡിക്കലല്ല, പകരം ഇതാണ് ഉണ്ടാവുക. അപ്പം അത്രയേ ഉള്ളൂ. വേറെ പിന്നെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ പറയാനാണ്, ഇതാണ് ഞാൻ ട്രിപ്പിൾ വിനിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർക്കുവാണെങ്കിൽ ഞാനിങ്ങനെ തുടർ വീഡിയോകൾ പറഞ്ഞു പോകാം കേട്ടോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ കൊച്ചിയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊച്ചിയിലോട്ട് പോവാം. കാരണം മീൻസ് നല്ലൊരു സെൻറ്ററാണ്. ഇപ്പം ഞാൻ ഈ കൊച്ചിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ട്രിവാൻഡ്രം മോശമാണെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. എനിക്ക് ട്രിവാൻഡ്രത്തെക്കുറിച്ച് അങ്ങനെ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തിനെ കുറിച്ചൊന്നും പറയാത്തത്. കാരണം ഞാൻ അവിടെ അല്ല പഠിച്ചത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അത്ര കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് എപ്പോഴും ഷെയർ ചെയ്യുന്നത്. കാരണം എൻ്റെ ഈ വീഡിയോ കണ്ട് കുറേ പേര് എന്താ പറയുക ട്രിപ്പിൾ വിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടാണ് നിങ്ങൾ ഓരോന്നും ഇതങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തെക്കുറിച്ചൊന്നും പറയാത്തത്. കാരണം എനിക്ക് ട്രിവാൻഡ്രത്തെക്കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. അവിടെ എങ്ങനെയാണെന്നും ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തെക്കുറിച്ച് പറയാത്തത്. അതുകൊണ്ട് പറയാത്തത് കൊണ്ട് അത് മോശമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ ഞാനവിടെ എക്സാം എഴുതാൻ പോയതുകൊണ്ട് അന്നവിടെ ചെന്നപ്പോൾ എല്ലാം നല്ലതായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്കവിടെയും എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്കങ്ങനെ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിപ്പിക്കൽ കാര്യങ്ങൾ എല്ലാം എനിക്ക് കൊച്ചിയാണ് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ കൊച്ചി പഠിച്ചത് കൊണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൊച്ചി കിട്ടിയാൽ ധൈര്യമായിട്ട് കൊച്ചിയിൽ പൊക്കോ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലും അവിടുത്തെ ട്യൂട്ടേഴ്സിൻ്റെ കയ്യിലുമാണ്. എനിവേ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടാലേ ഇനി ഇതിനെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പെട്ടെന്ന് എത്തത്തുള്ളൂ. അവിടെ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി വേറൊരു വീഡിയോ കാണുന്നവരെ ചുസ്.